കൾച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമേഴ്സ് എന്ന ചാപ്റ്ററിലെ ഐസോമേഴ്സത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐസോമേഴ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമേഴ്സം എപ്പോഴും നമുക്ക് പെയറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ രണ്ട് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ 1, 2 ഇത് ഓരോ കോമ്പൗണ്ട്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ട്സിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആവണം. ബട്ട് അതിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെൻറ്റും ആയിരിക്കണം. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുല എന്ന് വെച്ചാൽ എന്താ, സെയിം ആയിട്ടുള്ള കാർബണിൻ്റെ നമ്പറും ഹൈഡ്രജൻ്റെ നമ്പറും ഒരു രണ്ട് കോമ്പൗണ്ട് എടുത്ത് സെയിം ആയിരിക്കണം. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കോമ്പൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കോമ്പൗണ്ടുകളുടെ കാർബണിൻ്റെ നമ്പർ സെയിം ആയിരിക്കണം. അതായത് കാർബണിൻ്റെ നമ്പർ നോക്കാം, 1, 2, 3, 4 കാർബൺ ഉണ്ട്. അപ്പോൾ C4 എന്ന് കൊടുക്കാം. ഇനി ഹൈഡ്രജൻ്റെ നമ്പർ 2 + 3 5 + 2 7 + 3 10. അങ്ങനെ ഹൈഡ്രജൻ നമ്പർ 10. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ, ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ എഴുതുന്നതിനെയാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ നോക്കാം, ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 അങ്ങനെ 4 കാർബൺ ഉണ്ട് ഇവിടെ. അതിൽ ഹൈഡ്രജൻ നോക്കിയാൽ 2 2 4 4 3 7 7 3 10 അങ്ങനെ ഹൈഡ്രജൻ നമ്പർ 10 ആയിട്ടുണ്ട്. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുല ഉണ്ടോ, രണ്ടുപേർക്കും ഒരേ മോളിക്കുലാർ ഫോർമുലയാണ്. ബട്ട് ഇവരുടെ ചെയിൻ നോക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയിനാണ്. ഒരാൾ നീളത്തിൽ പോകുന്നു, പക്ഷെ ഇവിടെ ചെയിൻ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഇത് ഫിസിക്കലി കെമിക്കലി സ്ട്രക്ചറുകൾ ഡിഫറെൻ്റ് ആയിട്ട് വരാം, പക്ഷേ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കണം. ഇങ്ങനത്തെ പെയറുകളെയാണ് ഇവർ രണ്ടുപേരെയും കൂടി നമുക്ക് ഐസോമേഴ്സ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ പെയറുകൾ ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രക്ചർ. ഇതിന് പൊസിഷണൽ, ഫങ്ഷണൽ, അതുപോലെ ചെയിൻ ഐസോമേഴ്സം, മെറ്റാമേഴ്സം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ചെയിൻ ഐസോമേഴ്സത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അവിടെ എല്ലാം ഹൈഡ്രോ കാർബണാണ്. അതായത് CH അങ്ങനത്തെ എല്ലാവരും ഹൈഡ്രോ കാർബൺസുകളായിരിക്കും വരുന്നത്. പക്ഷെ അവിടെ ഡിഫറൻസ് എന്താ, അവരെ പെയർ ആക്കുമ്പോൾ അവർക്ക് സെയിം മോളിക്കുലാർ ഫോർമുല വരണം. അപ്പോൾ അവർ ഐസോമറുകളായി. ബട്ട് അവർ നോക്കിയ പൊസിഷനുകൾ, ആ ചെയിനിലുള്ള ഡിഫറൻറ്റ്, ഇത് നോക്കിയ ഇത് നമുക്ക് ലീനിയർ ആയിട്ടുള്ള നീളത്തിലുള്ള ഒരു ചെയിനാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ടല്ലേ, പക്ഷേ രണ്ടുപേരും മോളിക്കുലാർ ഫോർമുല സെയിമാണ്. അപ്പോൾ ഈ ചെയിനിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ചെയിനിലുള്ള ഡിഫറൻസ് വരുന്ന ഇങ്ങനത്തെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇല്ലാത്ത ഐസോമേഴ്സുകളെയാണ് ചെയിൻ ഐസോമേഴ്സം എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇല്ലാത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇങ്ങനെ OH COOH ഇതൊന്നുമില്ലാതെ ഇവിടെ നോക്കി ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇല്ലാത്ത ചെയിനുകളെ, ഇങ്ങനത്തെ ചെയിനുകൾ ഡിഫറെൻറ്റ് ചെയിനുകളായിരിക്കും. ബട്ട് സെയിം മോളിക്കുലാർ ഫോർമുലയാണെങ്കിൽ ഇവരെ നമുക്ക് ചെയിൻ ഐസോമേഴ്സം എന്ന് പറയാം. ഫങ്ഷണൽ ഗ്രൂപ്പും പെയറുകളായിട്ട് തന്നെ വരുന്നത് അവിടെ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നോക്കി, എഥനോളിൻ്റെയും മെതോക്സി മെഥേൻ്റെയും സെയിം മോളിക്കുലാർ ഫോർമുല C2H6O ആണ് വരുന്നത്. ബട്ട് ഇവിടെ നോക്കിയേ, OH എന്നൊരു ഫങ്ഷൻ ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ O എന്ന ഫങ്ഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് OHും അതുപോലെ Oയും ഇങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നു, സെയിം മോളിക്കുലാർ ഫോർമുല. അതുകൊണ്ട് ഇവരെ നമുക്ക് വിളിക്കാം ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം, ഫങ്ഷണൽ ഐസോമേഴ്സം എന്ന് വിളിക്കാം കേട്ടോ. ഇനി പൊസിഷണൽ ഐസോമേഴ്സം എന്ന് പറഞ്ഞാൽ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പാണ്, അതുപോലെ തന്നെ സെയിം മോളിക്കുലാർ ഫോർമുല ആണ് വരുന്നത്. സെയിം മോളിക്കുലാർ ഫോർമുല വന്നാലല്ലോ ഐസോമേഴ്സ് ആവുള്ളൂ, പക്ഷെ അവരുടെ പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് കുട്ടികൾ രണ്ട് പൊസിഷനിലിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനിലിരിക്കുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയാൽ സെയിം മോളിക്കുലാർ ഫോർമുലയാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള C3H8O എന്ന സെയിം മോളിക്കുലാർ ഫോർമുല വരുന്നു. പക്ഷേ സെയിം ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന പൊസിഷൻ നോക്കി, ഇത് ലാസ്റ്റ് ഇരിക്കുന്നു, ഇത് സെക്കൻഡ് പൊസിഷനിലിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഐസോമേഴ്സുകളെ നമുക്ക് വിളിക്കാം പൊസിഷൻ ഐസോമേഴ്സം എന്ന് വിളിക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഐസോമേഴ്സ് ചെയ്തു. പൊസിഷൻ ഐസോമേഴ്സത്തിൽ നമ്മൾ അവിടെ ഹൈഡ്രോ കാർബണിൻ്റെ പൊസിഷൻ നോക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ ബോണ്ടിലുള്ള ഡിഫറൻസ് വരാം. ഇവിടെ നോക്കി, ഫസ്റ്റത്തെ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്, പക്ഷേ ഇവിടെ നോക്കി ഡബിൾ ബോണ്ടാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബോണ്ടുകളുടെ ഡിഫറൻസ് വന്നാലും സെയിം മോളിക്കുലർ ഫോർമുലയിലുള്ള ഒരു രണ്ടുപേരെ നമ്മൾ പെയറാക്കി എടുക്കുകയാണെങ്കിൽ അവരുടെ ബോണ്ടിലുള്ള ഡിഫറൻസ് വന്നാലും
ആ പൊസിഷണൽ ഐസോമെറിസം എന്ന ടീമിലേക്ക് നമുക്ക് പറയാം കേട്ടോ. ഇനി മെറ്റാമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാമെറിസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള ഒരു ചെയിൻ കാണാൻ പറ്റും. അതിൽ എങ്ങനെയാണ് സെയിം ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റ് ആയിക്കോട്ടെ റൈറ്റ് ആയിക്കോട്ടെ രണ്ട് സ്ഥലത്തും നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബൈവാലൻ്റുകളായിട്ടുള്ള, ബൈവാലൻ്റ് എന്ന് പറയുന്നത് വാലൻസ് രണ്ടായിട്ടുള്ള കോമ്പൗണ്ടുകളാണ് എപ്പോഴും തരാറ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എപ്പോഴും നമുക്ക് തരും. സെയിം ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും മെറ്റാമെറിസത്തിൽ. അവരെ മോളിക്കുലാർ ഫോമിൽ സെയിം ആയിരിക്കും. ബട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഇതുപോലെ ഹൈഡ്രോ കാർബണുകൾ കാണാൻ പറ്റും. ലെഫ്റ്റിലും റൈറ്റിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ ഇതും സെയിം ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫസ്റ്റത്തേൽ നോക്കി, ഇവിടെ ലെഫ്റ്റിലും 2 ഹൈഡ്രോ കാർബണുകളുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും. എന്നാൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ലെഫ്റ്റിലുണ്ട്, ഇവിടെ റൈറ്റിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ സെൻറ്ററിലായിട്ടായിരിക്കും ഹൈഡ്രോ കാർബണുകൾ സെൻറ്ററിലായിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇരിക്കുകയാണ്. ഇങ്ങനെ ഹൈഡ്രോ കാർബണിൽ ലെഫ്റ്റും എയ്തർ സൈഡിലും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടീമിനെയാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പൊസിഷണൽ ഐസോമെറിസം കാണുമ്പോൾ ഏകദേശം ഇവരെ പോലെ തന്നെ തോന്നാം. പക്ഷേ അവിടെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സെയിം ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ശരിയാണ്, സെയിം ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷേ ഇവർ ഫസ്റ്റിലൊക്കെ വരാം. ഇവർക്ക് ഇവിടെ ഫസ്റ്റിൽ വന്നിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ കുറച്ചും കൂടിയും ക്ലിയർ ആവും. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ നമ്മുടെ OH കിടക്കുന്നത് ഫസ്റ്റിൽ വരാൻ പാടില്ല. നമുക്ക് മെറ്റാമെറിസത്തിലാണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും കാണാൻ സാധിക്കണം. ലെഫ്റ്റിലും റൈറ്റിലും ടീംസായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് മെറ്റാമെറിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവർ രണ്ടുപേരെയും പെയറാക്കാണ്. ഇവിടെ സെയിം മോളിക്കുലാർ ഫോമുലയാണ്, രണ്ടുപേർക്കും സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവർക്ക് ലെഫ്റ്റും റൈറ്റും ഇല്ലേ ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നവരാണ് മെറ്റാമെറിസം കേട്ടോ.